Praise the Lord. There is an anonymous saying which goes like this: when you were born, you cried and the world rejoiced. ഇപ്രകാരം ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ജനിച്ച സമയത്ത് നിങ്ങൾ കരഞ്ഞു, ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ചിരിക്കുകയായിരുന്നു. Live your life so that when you die, the world cries and you rejoice. അപ്പോൾ അത് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇപ്രകാരം നയിക്കുക, കാരണം നിങ്ങൾ മരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ നിങ്ങളെ ഓർത്ത് കരയണം. What a blessed life that would be if we can do like that. അപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് എത്രയോ അനുഗ്രഹമുള്ള ഒരു ജീവിതമായിരിക്കും. Apostles and Jesus really lived such a life before us. നമുക്കറിയാം, കർത്താവും തൻ്റെ ശിഷ്യന്മാരും എല്ലാം അപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ച ആളുകളാണ്. So specifically today we are going to see the lifestyle of Peter in the light of eternity. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ ജീവിതം നിത്യതയുടെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം. So he lived a life, I would like to call it kingdom ready life. അപ്പോൾ പത്രോസിന്റെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി സജ്ജമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതം എന്നുള്ള നിലയിൽ നമുക്കതിനെ വിളിക്കുവാനായിട്ട് സാധിക്കും. He was living in the light of eternity, in the light of kingdom. അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ ഒരു വെളിച്ചത്തിൽ അല്ലെങ്കിൽ ആ നിത്യതയുടെ ഒരു വെളിച്ചത്തിലാണ് ആ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ തന്റെ ജീവിതം നയിച്ചത്. So today we are going to learn from the epistle of Peter and try to come out with the 3 timeless principles for each and every one of us to live a similar life in this world. അപ്പോൾ പത്രോസ് തന്റെ ജീവിതകാലത്ത് ജീവിച്ചതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു ജീവിതം എപ്രകാരം നയിക്കുവാനായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ള 3 പ്രധാനപ്പെട്ട ചിന്തകൾ പത്രോസിന്റെ ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. Peter proved that it is possible and it is for us to take it from him and to copy in our life now. പത്രോസ് ഒരുപക്ഷെ തൻ്റെ ജീവിതം നയിച്ചപ്പോൾ ആ രീതിയിൽ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മൾക്കും ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ള നിലയിൽ തനിക്ക് ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചു. A life that is faithful to Jesus Christ. തൻ്റെ ജീവിതം കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയതായിരുന്ന ഒരു ജീവിതമാണ്. Fruitful in service. ആ തൻ്റെ ജീവിതം അത് വളരെയധികം ഫലം കായ്ച്ചതായിരിക്കുന്ന ഫലമുളവാക്കിയതായിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു. And prepared for the eternal kingdom. എന്നാൽ കർത്താവിൻ്റെ ആ രാജ്യത്തിന് വേണ്ടിയിട്ട്, നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കമുള്ളതായിരിക്കുന്ന ഒരു ജീവിതവുമാണ് പത്രോസ് നയിച്ചത്. So kindly turn with me to the book of 2 Peter. പത്രോസിന്റെ 2-ാം ലേഖനം chapter 1 verses 12 to 15. ഒന്നാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. Whoever has got the Bible with you, please open your Bible and go to this particular passage. ഞാൻ വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. നിങ്ങളതിൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കോണം ഞാൻ ഉത്സാഹിക്കും. It's a wonderful passage. നമുക്കറിയാം, ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ അതിശയകരമായ അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങളാണ് താൻ ഇവിടെ പറയുന്നത്. If you look into the previous 11 verses, ഇവിടെ ഇതിനു മുമ്പുള്ള ഒരു 11 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ Peter is telling to his hearers, the believers, ഇവിടെ പത്രോസ് തന്റെ വായനക്കാരെ ഓർപ്പിക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ they should do all effort to add to their precious faith certain set of qualities or virtues. നമ്മൾ കാണുന്നു തങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന വിലയേറിയ വിശ്വാസത്തോട് ചില നല്ല ഗുണങ്ങൾ, ആത്മീയ ഗുണങ്ങൾ കൂട്ടിച്ചേർക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇതിനു മുമ്പുള്ള ആ 11 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. Then he is telling when we come to verse 8 onwards, we see we should not only have these virtues, these characters with us, we should have it an increasing measure. അവ ഉണ്ടാകണം എന്നുള്ളത് മാത്രമല്ല, അത് ഉണ്ടായി വർദ്ധിക്കണം എന്നുള്ള ഒരു കൽപ്പനയാണ് താൻ അവിടെ പറയുന്നത്. He is telling we should practice it. പ്രിയമുള്ളവരെ, അത് വർദ്ധിക്കുവാനായിട്ടുള്ള രീതിയിലുള്ളൊരു ആചരണം, അങ്ങനെ ചെയ്യുവാനായിട്ടുള്ള മനഃപൂർവ്വമായിരിക്കുന്ന ഒരു ശ്രമം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് താൻ പറയുന്നത്. When we practice that in our own life, we will
get assurance about our salvation. പ്രിയമുള്ളവരെ, അപ്രകാരം ആ ഗുണങ്ങൾ നമ്മളിൽ വർദ്ധിക്കുവാനായിട്ടുള്ള മനഃപൂർവ്വമായിരിക്കുന്ന ഒരു പരിശ്രമം, ആ രീതിയിലുള്ള ഒരു ആചരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. What is the proof that I am saved? ഇവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? Dear brothers and sisters, the transformation which the Holy Spirit bring into our life is the greatest evidence. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനാണോ, അവൻ വാസ്തവമായിട്ട് രക്ഷയുടെ അനുഭവമുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നോ, താൻ ആ കർത്താവിൻ്റെ ആ സ്വഭാവ ഗുണങ്ങളിൽ മുന്നോട്ട് വളരുന്നുണ്ടോ എന്നുള്ള കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. Because when the verse 10 we read like this, therefore brothers, be all the more diligent to confirm your calling and election. അവിടെ നമ്മൾ വായിക്കുന്ന 10-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. See, God has called us and elected us. We are the chosen ones. ഇവിടെ നമ്മൾക്കറിയാം, കർത്താവ് നമ്മളെ വിളിച്ചു, ദൈവം നമ്മളെ വിളിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. But it is for us to prove by our own life that we are really chosen and the elected and called ones. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ വിളിക്ക് യോഗ്യമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് ആ കൃപാവരങ്ങളെ, നമ്മൾക്ക് ലഭിച്ചായിരിക്കുന്ന ഗുണങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾക്കും മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മൾ ശരിയായ രീതിയിൽ വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം. Dear brothers and sisters, that confirmation first required by each and every one of us actually, whether I am saved. പ്രിയമുള്ളവരെ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ, ഞാൻ ശരിയായ രീതിയിൽ മനസ്സാന്തരപ്പെട്ടവനാണോ എന്നുള്ള ഒരു തിരിച്ചറിവ്, ബോധ്യം ആദ്യം വരേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും. That will change our life, dear brothers and sisters. ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം സംഭവിക്കുന്നത്. So before we convince others, we need to convince our own life, our own mind that I am really saved because of the change the Holy Spirit is bringing in our life. ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്രകാരമുള്ള ഒരു ശരിയായിരിക്കുന്ന അനുഭവം നമ്മൾക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവും ബോധ്യവും നമ്മൾക്കുണ്ടാകുക എന്നുള്ളതാണ്. And in verse 11 we read, for in this way there will be richly provided for you an entrance in the eternal kingdom of our Lord and Savior Jesus Christ. അപ്പോൾ 11-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ കാണുന്നത്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. So far he is talking about, his hearers, he is encouraging them. Now he is sharing with us what he is doing in this regard. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പുള്ള ഭാഗത്തിൽ നമ്മൾ തന്റെ കേൾവിക്കാരെ ഉത്സാഹിപ്പിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാനാണ് പത്രോസ് ശ്രമിച്ചതെങ്കിൽ മുന്നോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് താൻ തന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഒരു വിചിന്തനം ചെയ്ത് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് തന്റെ കേൾവിക്കാരോട് പറയുകയാണ്. And the same word is used here. Do all effort. He is telling, I am doing the all effort in my own life. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ സകല പ്രയത്നവും കഴിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല, ഞാനും എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ സകല പ്രയത്നവും കഴിച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ഇവിടെ പറയുന്നത്. You should do that. I am doing that. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. So here, the verse 11 ends with a rich entrance into the eternal kingdom of God. 11-ാം വാക്യത്തിൽ നമ്മൾ ആ വാക്യം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്ന നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. So that is why I would like to call that life here on this earth as a kingdom ready life. അതുകൊണ്ടാണ് ഇത് നിത്യരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് ഒരുക്കപ്പെട്ടതായിരിക്കുന്ന സജ്ജമായിട്ടുള്ള ഒരു ജീവിതം എന്ന ഒരു തലക്കെട്ട് ഞാൻ അതിന് കൊടുക്കാനായിട്ട്. Dear brothers and sisters, in employee market now, the trending is artificial intelligence. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ ആളുകളുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്നുള്ള കാര്യമാണ്. So in my own basic profession also tremendous changes has been brought by the artificial intelligence. അപ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കുന്ന തൊഴിൽ മേഖലയിലും ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് ഈ നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തി കടന്നു വരുന്നുണ്ട്. But brothers and sisters, see, God is bringing a reminder to us this morning that we should not be, not only experts in artificial intelligence, we should be expert in kingdom readiness. പ്രേമുള്ളവർ, ഈ പുതിയ ട്രെൻഡ്, ഈ നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എത്രത്തോളം പ്രാവീണ്യം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഈ ആത്മീക ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ, അത് ജ്വലിപ്പിക്കുന്നതിൽ നമ്മൾ അത്രത്തോളം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യമാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. The market is asking us the question, are you AI ready? ഇപ്പോൾ തൊഴിൽ മേഖല നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ AI റെഡിയാണോ, അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയിൽ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അറിവുണ്ടോ?
We can see hundreds of YouTube videos asking the question, how much you know about AI? Can you handle? You have expertise. അനേക യൂട്യൂബ് വീഡിയോകൾ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കുവാൻ സാധിക്കും. അതെല്ലാം പറയുന്നതായിരിക്കുന്ന ഒരു വിഷയം, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് എന്തുമാത്രം അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, എത്രമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. But God is asking a different question. എന്നാൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, Are you kingdom ready? നിങ്ങൾ ഈ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്, സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു Today also we sang beautiful song about heaven, and we gave thanks to God for that great redemption. ഇന്ന് നമ്മൾ സ്വർഗത്തെക്കുറിച്ച് വളരെ മനോഹരമായിരിക്കുന്ന പാട്ടുകളൊക്കെ പാടി നമ്മൾക്ക് ലഭിച്ച ആ വലിയ വിടുതലിനെ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞു. So the question is, am I ready to receive the Lord? എന്നാൽ നമ്മളോടുള്ള ചോദ്യം ഇതാണ്, ഈ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കർത്താവിനെ എതിരേൽക്കുവാൻ നമ്മൾ ഉറക്കമുള്ളവരായിട്ടാണോ ഈ ഭൂമിയിലായിരിക്കുന്നത്? So from this small passage we are going to see what Peter is doing with regard to the kingdom. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ ഭാഗത്തോടുള്ള ബന്ധത്തിൽ പത്രോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിന് ഒരുക്കപ്പെട്ടവനായി മാറുവാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് ഞാൻ. From that we will try to figure out 3 timeless principles that can be applied. അപ്പോൾ മാറ്റം വരാത്തതായിരിക്കുന്ന 3 പ്രധാന അടിസ്ഥാന സത്യങ്ങൾ ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാം. So please let us read verses 12 and 13 of 2 Peter chapter 1. അപ്പോൾ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Therefore I intend always to remind you of these qualities, though you know them and are established in the truth that you have. I think it is right, as long as I am in this body, to stir you up by way of reminder. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുകയാൽ. See, we need to look what he is telling. He is very specific about the area. It is not that spiritual growth. He is not simply praying for a general term, like, because when we share our testimonies in the year end, the maximum number of times we hear, please pray for my spiritual growth. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ പത്രോസിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പൊതുവായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം പറഞ്ഞങ്ങ് പോകുന്ന, അല്ലെങ്കിൽ ആത്മീകമായിരിക്കുന്ന ഒരു വളർച്ചയെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ഒരു ഭാഗമായിട്ടല്ല ഇതിരിക്കുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, ആത്മീക വളർച്ച എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളൊരു കാര്യമാണ്. എല്ലാ വർഷത്തിൻ്റെ അവസാനം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രയർ റിക്വസ്റ്റ്, എൻ്റെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ എന്നാണ്. But here Peter is very specific. He is hitting the most important thing in our life. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു ഭാഗത്ത് പത്രോസ് വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി ഒരു പ്രധാന സത്യം പറയുവാനാണ് താല്പര്യപ്പെടുന്നത്. You need to work around these qualities. ഈ പ്രത്യേകമായിരിക്കുന്ന ഗുണങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നവരായി നിങ്ങൾ ഇരിക്കണം എന്നുള്ളതാണ് താൻ പറയുന്നത്. God is not simply interested in numbers, dear brothers and sisters. പ്രിയമുള്ളവരെ, കർത്താവ് ആളുകളുടെ എണ്ണത്തിലാണ് അല്ല താല്പര്യമുള്ളവനായിട്ടിരിക്കുന്നത്. He is looking deep down into our heart. How is our heart? What is our character? What is our the qualities in us? കർത്താവിന്റെ നോട്ടം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെ പ്രകാരമായിരിക്കുന്നു, അതിന്റെ നിലവാരം ഏത് രീതിയിലായിരിക്കും. Because all these qualities which is listed out in 5 to 7 we see in full form in the Lord Jesus Christ himself. പ്രിയമുള്ളവരെ, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന ഈ ആത്മീകമായിരിക്കുന്ന ഗുണങ്ങളെ എല്ലാം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാം ഒരു പൂർത്തീകരണം, നിറവേറ്റല് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. So Peter is reminding them to work around these qualities and do whatever possible to add these virtues to your precious faith. അതുകൊണ്ട് പത്രോസ് തന്റെ കേൾവിക്കാരെ, വായനക്കാരെ ഓർപ്പിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തോട് ഈ ഒരു ഗുണങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വിശ്വാസത്തിന് അനുയോജ്യമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കണം എന്നുള്ള കാര്യമാണ്. Maybe I am doing lot of mission work. ഒരു പക്ഷേ ഞാൻ വളരെയധികം പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. Maybe I am giving huge amount for the ministry. വളരെയധികം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന, ദാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. I am visiting all the mission fields. പല മിഷൻ പ്രദേശങ്ങളിൽ ഞാൻ സന്ദർശിക്കുകയും അവിടെയുള്ളവർ ഉത്സാഹിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മളോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന എന്തായിരിക്കുന്ന ഗുണങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതം എപ്രകാരമായി? നമുക്കറിയാം, നമ്മൾ നമ്മുടെ കർത്താവിനെ മാതൃകയാക്കുവാൻ ആവശ്യമുള്ള ആളുകളാണ്. കർത്താവിന്റെ ജീവിതത്തെ മാതൃകയാക്കുവാൻ, അതിനെ കുറിക്കൊള്ളുവാനായിട്ട് ആവശ്യമുള്ള ആളുകളായിട്ടാണ് നാം He is reminding not simply about spiritual growth,
about these qualities. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മീകമായിരിക്കുന്ന ഒരു വളർച്ച എന്നുള്ളൊരു പൊതുവിഷയത്തെക്കുറിച്ച് മാത്രം പറയാതെ പ്രത്യേകമായിരിക്കുന്ന ഈ ഗുണങ്ങളെക്കുറിച്ച് ഊന്നി പറയുവാനായിട്ടാണ് പത്രോസ് താല്പര്യപ്പെടുന്നത്. Malayalam Bible, if you read, you won't find it. It is just written it or this. Not quality is not there. ESV has translated, included that quality also. These qualities. ഇത് നിങ്ങളെ എപ്പോഴും Ether. It's only. there. So we may be confused. What is this ether means? Is it talking about kingdom? അപ്പോൾ ഈ ഇത് എന്ന് ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതായിരിക്കുന്ന ഈ കാര്യം അത് എന്തിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത് എന്നൊരു പക്ഷേ നമുക്ക് വ്യക്തത വരുവാൻ സാധിക്കില്ല. Rich entry into the eternal kingdom is for those who practice these qualities. പ്രിയമുള്ളവരെ, നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി വിശാലമായി പ്രാപിക്കുന്നവര് ഈ പറഞ്ഞ ഗുണങ്ങള്, ഈ പറഞ്ഞായിരിക്കുന്ന ക്വാളിറ്റീസ് അതിനെ വികസിപ്പിക്കുവാൻ, അതിനെ വർദ്ധിപ്പിക്കുവാൻ ഉത്സാഹിക്കുന്നവരായിട്ടുള്ള So ആളുകൾ. based on the effort which Peter is putting to practice these qualities into his own life, and he is sharing, let us draw a timeless principle from അപ്പോൾ John 1:30. പത്രോസ് അപ്പോസ്തലൻ തന്റെ ജീവിതത്തിൽ ഈ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാൻ, അതിനെ ആ രീതിയിൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്രകാരം ശ്രമിക്കുന്നു, അതുപോലെ തന്നെ തൻ്റെ കേൾവിക്കാരെയും താൻ ആ രീതിയിൽ ഉത്സാഹിപ്പിക്കുകയും അവരെ ആ രീതിയിൽ ഓർപ്പിക്കുകയും ചെയ്യണം. അതിനോടുള്ള ബന്ധത്തിൽ ഒരു സത്യം നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. So verses 12 and 13 together, I would like to put like this. 12-13 വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്രകാരം അതിനെ പറയുവാനായിട്ട് എനിക്ക് The താല്പര്യപ്പെടുന്നു. timeless principle. ഇവിടെ പറയുന്നതായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, Kingdom ready believers ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന വിശ്വാസികള് live by reminding and stirring up others for spiritual growth. അവര് മറ്റുള്ള ആളുകളെയും ആത്മീയമായിരിക്കുന്ന വളർച്ചയ്ക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ആളുകളായിട്ടാണ് ഇരിക്കുന്നത്. So I used a broad word, spiritual growth, but in the passage, if I am faithful to the passage, I should use qualities, these qualities. ഈ ഗുണങ്ങൾ എന്നുള്ള കാര്യമാണ് ഈ ഒരു വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയുവാൻ We സാധിക്കുന്നത്, should be encouraging each other. നമ്മൾ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ആളുകളാണ്. We should stir up each other. നമ്മൾ ഓർമ്മിപ്പിച്ച് ഉണർത്തുക എന്നുള്ളൊരു വാക്കാണ് ഇവിടെ. We should remind each other. നമ്മൾ മറ്റുള്ളവരെ ഓർപ്പിക്കുക. What are these qualities? We need to just say at least that qualities. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. First, adding virtue to our precious faith. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തോട് വീര്യവും. Then what is the second one? Knowledge to virtue. വീര്യത്തോട് പരിജ്ഞാനവും. And then self-control to knowledge. പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും. Then perseverance to self-control. ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും. Then what is it? Faith. Godliness. Then godliness is to be added to perseverance. സ്ഥിരതയോട് ഭക്തിയും. Then two things about love. Brotherly love. Brotherly affection and then love. അപ്പോൾ അതിനോട് ഭക്തിയോടുകൂടെ സഹോദരപ്രീതിയും അതുപോലെ സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ എന്നുള്ളൊരു കൽപ്പനയാണ് അവിടെ പറയുന്നത്. We should be involved in developing these qualities in our own life, dear brothers and sisters. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മീക ഗുണങ്ങളെ വർദ്ധിപ്പിക്കുവാൻ, അതിനെ ജ്വലിപ്പിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമം ചെയ്യണം. I am very much carried away by the numbers. Numbers. I am going for numbers many a time. Okay. അപ്പോൾ ഞാൻ അക്കങ്ങളെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധാലുവായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. Yesterday I met a brother and asked how many brothers are there, how many believers are there in your church? അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സഹോദരനെ കണ്ടപ്പോൾ തന്നോട് ചോദിച്ചു, എത്ര അംഗങ്ങൾ നിങ്ങളുടെ സഭയിലുണ്ട്? So he said around 80. 80 പേരുണ്ടെന്ന് താൻ മറുപടി പറഞ്ഞു. So they started just 10-15 years back and within that they become 18 number. ഒരു 10-15 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സഭയാണ്, പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു 80 ആളുകൾ അടുത്തുണ്ട്. So really praise the Lord, that is a great work our God is doing. അപ്പോൾ 80 പേരുള്ള ആ സഭയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം അവിടെ വളരെ വലിയ ഒരു വേലയാണ് കർത്താവ് നിവർത്തിക്കുന്നത്. So sometimes we feel so little and so insignificant because churches which come up after hours adding numbers and growing like anything. ഒരു പക്ഷേ ആ ഒരു സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ സഭ ഇത്രയും അധികം വർഷങ്ങളായി അവരുടെ ആ ഒരു നിലവാരത്തിൽ വളരുവാൻ നമ്മൾക്ക് സാധിക്കില്ല എന്നുള്ളൊരു പരാജയം അല്ലെങ്കിൽ ഒരു കുറവ് നമ്മുടെ ഭാഗത്തുണ്ട്. They also say in a not a very encouraging way about us. അപ്പോൾ നമ്മളെക്കുറിച്ച് അവരത്ര നല്ല രീതിയിലല്ല അല്ലെങ്കിൽ അത്ര പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലല്ല അവരും ചിന്തിക്കുകയും പറയുകയും ചെയ്യും. So we need not to judge them, but in the country where I am part of the church there also we have seen we are celebrating 20th anniversary. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ ഷാർജയിലെ സഭയിൽ ഞങ്ങൾ 20ാമത്തെ വാർഷികം ഇപ്പോൾ അവിടെ ആഘോഷിക്കുകയാണ്. 20 years our number is 80. അപ്പോൾ ഇപ്പോഴും 20 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ സഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 80. But there are churches in Dubai, എന്നാൽ ദുബൈയിൽ മറ്റനേക സഭകളുണ്ട്. 5,000, 6,000 people.
അവരുടെ അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 5000 6000 ഒക്കെയാണ്. So God is not only looking, the number is, if it is coming in the proper way, it is really encouraging and let us praise God. But here, the focus is on number, not on number, quality. പ്രിയമുള്ളവരെ, അങ്ങനെ അപ്രകാരമുള്ള അംഗങ്ങൾ കൂടുന്നതും എണ്ണം വർദ്ധിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ എണ്ണം വർദ്ധിച്ചുകൊണ്ട് മാത്രം എപ്പോഴും കാര്യമില്ല, അവരുടെ നിലവാരം, അവരുടെ ക്വാളിറ്റി എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതും ദൈവം നോക്കുന്നതായിരിക്കുന്ന വളരെ So പ്രധാനപ്പെട്ട kingdom കാര്യമാണ്. ready believers live by reminding and stirring up other believers to the virtues. പ്രിയമുള്ളവരെ, ദൈവരാജ്യ സജ്ജരായി ജീവിക്കുന്ന, ഒരുക്കത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളെയും ആ രീതിയിൽ ഉത്സാഹിപ്പിച്ച് ഓർമ്മിപ്പിച്ച് ഉണർത്തുവാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. Why they needed a reminder, dear brothers and sisters? എന്തുകൊണ്ടാണ് ആളുകൾക്ക് പിന്നെയും ഓർമ്മിപ്പിക്കൽ ആവശ്യമായിട്ട് വരുന്നത്? They were false believers. Are they, not good believers? അവർ ശരിയായിട്ടുള്ള നല്ല വിശ്വാസികൾ അല്ലാത്തതുകൊണ്ടാണോ? Sometimes we may think, reminders are for those who are lazy, right? അപ്പോൾ ഈ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം വരുന്നത് പലപ്പോഴും മടിയന്മാരെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. We are all bombarded with reminders. When you work in office, you see reminders after reminders. Keep coming, meeting today afternoon, tomorrow morning another meeting. Meetings after meetings. നമുക്കറിയാം, നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ ജോലി സ്ഥലത്താണേലും അനേക റിമൈൻഡേഴ്സ്, ഓർമ്മിപ്പിക്കൽ, മീറ്റിങ്ങുകളെ കുറിച്ച് അല്ലെങ്കിൽ പരിപാടികളെ കുറിച്ച് അല്ലെങ്കിൽ ഡെഡ് ലൈനെ കുറിച്ചൊക്കെയുള്ള അനേക ഓർമ്മിപ്പിക്കലുകൾ നമ്മൾ കാണാറുണ്ട്. It is not always because we are lazy. അത് പലപ്പോഴും നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല അപ്രകാരം ഓർമ്മിപ്പിക്കുന്നത്. Just make sure that you are there in that meeting. എന്നാൽ നമ്മളുടെ സാന്നിധ്യം ആ മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ പരിപാടിക്ക് ഉണ്ടാകണം എന്നുള്ള നിലയിൽ ഒരു പ്രാവശ്യം കൂടെ അവർ നമ്മളെ ആ രീതിയിൽ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. We may tend to forget. പ്രിയമുള്ളവരെ, നമ്മൾക്ക് മറവിയുള്ളവരാണ്. That is the problem. That is why the same way regarding God's word also, God is sending reminders after reminders. പ്രിയമുള്ളവരെ, നാം മറവിയുള്ള ആളുകളാണ്, മറവിയുള്ള ജനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ കൂടി ദൈവവും നമ്മളോട് അനേക ഓർമ്മിപ്പിക്കലുകൾ, ഓർമ്മപ്പെടുത്തലുകൾ തരുന്നത്. If you have doubt about their quality, their spiritual status, read verse 12. In the middle we read, though you know them and are established in the truth. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ അവരുടെ നിലവാരത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ 12ാം വാക്യം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾക്കൊരു വ്യക്തത കിട്ടും. അവിടെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും. അവർ അറിഞ്ഞു, ആ സത്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരുമാണ്. Peter was not complained about their spiritual life. പ്രിയമുള്ളവരെ, അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പത്രോസിന് യാതൊരു രീതിയിലുള്ള പരാതികളുമില്ല. They knew the truth and they are established in the truth. അവർ സത്യം അറിഞ്ഞവരാണ്, അതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. Still they may forget. That is why he is sending a reminder. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഈ വിശ്വാസികൾക്കും അവരും മറന്നു പോകുവാൻ സാധ്യതയുണ്ട്. അവരെയും ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടാണ്. So one ministry with each and every one of us can do is keep reminders about developing these characters to the people around us. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളുടെ സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ ഗുണങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെ ജ്വലിപ്പിക്കുവാൻ, വർദ്ധിപ്പിക്കുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന റിമൈൻഡേഴ്സ്, മുന്നറിയിപ്പുകൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. Let us read what Moses did. Deuteronomy chapter 6 verse 12. നമുക്കറിയാം മോശ എന്താണ് ചെയ്തത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 20ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 6:12, right? 12 or 20? 12. 6:12, right? 6:12. സോറി. നിന്നെ അടിമവീടായ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. See? We all are forgetful people. We may forget, easily forget. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും മറവിയുള്ള ആളുകളാണ്, മറക്കുവാൻ സാധ്യതയുള്ള ആളുകളാണ്. വളരെ വേഗത്തിൽ നാം കാര്യങ്ങൾ മറന്നു പോകും. How many of us remember what we did during COVID-19 period? അപ്പോൾ കോവിഡ് ഉണ്ടായ സമയത്ത് 2019 നമ്മൾ എന്തൊക്കെയാ ചെയ്തതെന്നുള്ള കാര്യം എത്ര പേർക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്? Most of us forgotten what we did, how we were washing our hands, wearing mask, and very careful in even traveling with all plastic gowns and so many things. അപ്പോൾ കോവിഡിൻ്റെ ആ സമയത്ത് നമ്മൾ ചെയ്തായിരിക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ ഏതാണ്ട് മറന്നുപോയി. കാര്യം അന്ന് നമ്മൾ കൈകൾ ശരിയായിട്ട് സാനിറ്റൈസ് ചെയ്തിരുന്നു, മാസ്കുകൾ ധരിച്ചിരുന്നു, പോയ സ്ഥലങ്ങളിലൊക്കെ ഗൗണുകൾ ഇട്ടിരുന്നു. ഇങ്ങനെയുള്ള പല പരിപാടികൾ ആ സമയങ്ങളിൽ നമ്മൾ ചെയ്തു. People easily forget, and believers also. എന്നാൽ അതെല്ലാം നമ്മൾ മറന്നുപോയി. പ്രിയമുള്ളവരെ, വിശ്വാസികളും മറവിയുള്ള ആളുകളാണ്. So Moses is reminding, never forget the Lord who brought you out of Egypt. നിന്നെ അടിമവീടായിരിക്കുന്ന മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയെ നീ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളൊരു വലിയ കൽപ്പനയാണ്, ഓർമ്മപ്പെടുത്തലാണ് മോശയോട് കൊടുക്കുന്നത്. Let us come to Joshua chapter 1 verse 13. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 113.
അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾ Again, remember. ഇവിടെ ഓർത്തുകൊള്ളുവിൻ എന്ന് യോശുവയും അവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണും. We may forget, dear brothers and sisters. പ്രിയമുള്ളവരെ, നാം We need reminders. നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. And it is for us to remind another brother sitting next to us. പ്രിയമുള്ളവരെ, അതുമാത്രമല്ല, നമ്മളുടെ ഒപ്പം ഇരിക്കുന്ന, നമ്മളോട് കൂടെ ഇരിക്കുന്ന ആളുകളെ ഓർപ്പിക്കുവാനായിട്ട്, അവരെ ആ രീതിയിൽ ഉത്സാഹിപ്പിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. That is a sign of kingdom ready life. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റുള്ള ആളുകളെ ഉത്സാഹിപ്പിക്കുമ്പോൾ, അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവനായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. When we wait for boarding a flight, നമുക്കറിയാം, നമ്മളൊരു വിമാനം ബോർഡ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ sometimes our co-passengers may fall asleep. ചില ആളുകൾ, നമ്മുടെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. So what happened when a new announcement coming, the particular compartment or particular gate where the flight is coming or you have to go for boarding has been changed. അപ്പോൾ നമുക്കറിയാം, ഇപ്രകാരം നമ്മളിങ്ങനെ ബോർഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനൗൺസ്മെൻറ്റുകൾ കേൾക്കാം, നിങ്ങൾ ഇന്ന ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യുവാനായിട്ട് ഇന്ന ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷേ ആ ഗേറ്റ് മാറിയിട്ടുണ്ട്, അത് ഇന്ന സ്ഥലത്തെ പുതിയ നമ്പറിലാണ് ആ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ അനൗൺസ്മെൻറ്റുകൾ ഇടയ്ക്ക് കേൾക്കാം. So we can, if you are falling asleep, you will hear some sound, everybody getting up and taking their bag, speaking to each other, and some noise will come. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഉറങ്ങിപ്പോയി എങ്കിൽ ഈ പെട്ടെന്ന് ഒരു ബഹളവും ഒച്ചയും ഒക്കെ കേട്ട് ആളുകൾ എഴുന്നേൽക്കുകയും അവരുടെ ലഗേജ് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഒച്ച നമ്മൾ കേൾക്കും. Then we will ask the person going, what happened, why you are running? അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കും, എന്ത് പറ്റി, എന്നാ പറ്റി, എന്നാണ് കാര്യം? And he will say the gate number has been changed. Now we are sitting at gate number 80. You have to go to gate number 70. അപ്പോൾ അദ്ദേഹം പറയും, നമ്മുടെ ഗേറ്റ് മാറിയിട്ടുണ്ട്, 17ാമത്തെ ഗേറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ 18ലാണ് ഇപ്പോൾ. But there are certain people, they tell, they just wake up the person sitting there, hey brother, friend, see, we have to go to the new gate. എന്നാൽ ചില ആളുകൾ, ഇപ്രകാരം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അടുത്തുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ തട്ടിയിട്ട് പറയും, പ്രിയ സഹോദര അല്ലെങ്കിൽ പ്രിയ സുഹൃത്തെ, നിങ്ങൾ എഴുന്നേൽക്കുക, നമ്മുടെ ഗേറ്റ് മാറിയിട്ടുണ്ട്. So Psalm number 103 verse 2. ഇവിടെ നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. David is reminding himself. Psalm 103 verse 2. 103-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, 103:2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. See, we all forget whatever blessings we have received from God so easily. നമ്മൾക്ക് ലഭിച്ച ഉപകാരങ്ങൾ, നന്മകളൊക്കെ വളരെ എളുപ്പത്തിൽ മറന്നു പോകുന്ന ആളുകളാണ് നാം. We were so sincerely praying for so many things in our life. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വളരെ മുട്ടിപ്പായിട്ട്, വളരെ പ്രതീക്ഷയോടെ, ആത്മാർത്ഥതയോടെ നമ്മൾ അനേക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട്. For marriage of our children, or maybe for grandchildren, or maybe when we met with an accident, we pray, Father, save us from this accident. ഒരു പക്ഷേ നമ്മളുടെ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ വിവാഹത്തോടും ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അപകടത്തിൽ നമ്മൾ പെട്ട് വയ്യാതിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊരു വിടുതൽ നമ്മൾക്ക് ലഭിക്കണമേ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. When we get when the day pass, when God gives us, and after few days we may forget. എന്നാൽ ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുമ്പോൾ, ആ കാര്യങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉത്തരം ലഭിക്കുമ്പോൾ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ആ കാര്യങ്ങൾ. Psalmist is telling, he is telling, reminding himself, I should never forget. ഇവിടെ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. See, Paul is reminding Timothy, 2 Timothy 1:6. നമുക്കറിയാം, പൗലോസ് ഇവിടെ തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നതായിരിക്കുന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:6. 1:6. 1:6, right? 1:6. 2 Timothy 1:6. 2 Timothy it is. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. Fan into flame the gifts which God has given you. നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. We are accountable for whatever God has given to us, dear brothers and sisters. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കഴിവുകൾക്കും എല്ലാ കൃപാവരങ്ങൾക്കും നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. So we need to, maybe some of our co-believers may be spiritually asleep.
ഒരുപക്ഷെ നമ്മളുടെ കൂടെയുള്ള സഹോദരങ്ങൾ, ചില സഹോദരങ്ങൾ ചിലപ്പോൾ ആത്മീയമായിരിക്കുന്ന മയക്കം ബാധിച്ചവരായിട്ടിരുന്ന് പോകുവാൻ So we need to സാധിക്കും. call, brother, let us do it. പ്രിയമുള്ളവരെ, നമ്മൾക്ക് അങ്ങനെയുള്ള സഹോദരങ്ങളെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അവരെ തട്ടി ഉണർത്തിക്കൊണ്ട്, സഹോദര നമ്മൾക്ക് ഈ കാര്യം ചെയ്യുവാൻ ആവശ്യമുണ്ട്, ഇന്ന ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമുണ്ട് എന്ന് അവരെ തട്ടി ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യമാണ്. That is the sign of kingdom ready believers. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു വിശ്വാസിയാണ് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവനായ Because സജ്ജനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു not വിശ്വാസി. only reminding, in the verse 13 we read about stirring up. അവിടെ തട്ടി ഉണർത്തുക എന്നുള്ളൊരു വാക്ക് നമ്മൾക്ക് 13-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. So that's a good translation. To wake up. Why waking up? They are good believers. Falling asleep. എന്തുകൊണ്ടാണ് അവരെ തട്ടി ഉണർത്തുവാൻ ആവശ്യമായിരിക്കുന്നത്? അവർ നല്ല വിശ്വാസികളാണ്, എന്നാൽ അവർ ചെറിയ ഒരു ആത്മീക മയക്കം ബാധിച്ച് മയക്കത്തിലാണ്. Because when the delay increases, we fall asleep. പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള ഒരു താമസം വരുമ്പോൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അവർ ഉറക്കത്തിലേക്ക് So that is why Peter is വീഴുന്നു. telling, stir them up. അങ്ങനെ അവരെ തട്ടി ഉണർത്തുക, അവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ള കാര്യമാണ് പത്രോസ് പറയുന്നത്. The word meaning shows shake from asleep. ഒരുപക്ഷെ ഉറക്കത്തിൽ നിന്ന് അവരെ കുലുക്കി ഉണർത്തുക, തട്ടി ഉണർത്തുക എന്നുള്ള നിലയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. Sometimes we see our brothers sitting next to us sleeping. Maybe he was doing overtime in the previous night, and maybe. So we may be perplexed. What should I do? Whether I should wake him up or leave him alone. ഒരുപക്ഷെ അടുത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഉറങ്ങുന്നത് തൻ്റെ അധ്വാനം കൊണ്ടോ ജോലിഭാരം കൊണ്ടോ ഒക്കെ ആയിരിക്കാം. ഉറങ്ങുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ ഒരു ചിന്താക്കുഴപ്പത്തിലാകും. എന്താണ് വേണ്ടത്? ഇയാൾ ഉണർത്തണോ അതോ ഉറക്കം നഷ്ടപ്പെടുത്താതെ എങ്ങനെ മുന്നോട്ട് വിടണോ? Maybe if you know his history, maybe working overtime and all, maybe you will decide not to disturb. ഒരുപക്ഷെ തന്നെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണ് നമ്മളെങ്കിൽ, തൻ്റെ ജോലി ഭാരത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിൽ തന്നെ ശല്യപ്പെടുത്തേണ്ടെന്ന് നമ്മൾ വിചാരിക്കാൻ Maybe after the meeting you can call him to your side and just advise him, what happened brother, you were sleeping. ഒരുപക്ഷെ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ ഒന്ന് മാറ്റിക്കൊണ്ട് വിളിച്ചിട്ട് തന്നോട് പറയുവാൻ സാധിക്കും, എന്ത് പറ്റി, നിങ്ങൾ ഉറങ്ങുന്ന കണ്ടല്ലോ, ജോലി കാരണമാണോ ക്ഷീണം കാരണമാണോ, ഇങ്ങനെ ചോദിച്ച് Anyway, മനസ്സിലാക്കാൻ Peter സാധിക്കും. is different. പക്ഷേ പത്രോസ് ഇവിടെ വ്യത്യസ്തനായിട്ട് He is doing all effort to remind them and to stir them up. എന്നാൽ ഇവിടെ പത്രോസ് ചെയ്യുന്ന എന്താണ്? ഇപ്രകാരമുള്ള തൻ്റെ സഹവിശ്വാസികളുടെ തൻ്റെ ലേഖനത്തിൽ കൂടി അവരെ ഓർമ്മിപ്പിച്ച് ഉണർത്തുവാനായിട്ട് താൻ പരിശ്രമിക്കുകയാണ്. He നമ്മൾ is using കാണുന്നത് the word intent, I intent. അവിടെ ഈ പറഞ്ഞായിരിക്കുന്നത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നു എന്നുള്ള നിലയിലാണ് താൻ പറയുന്നത്. It is not by chance, it is not mistake. He did that. He intentionally reminding them, intentionally stirring them up. യാദൃച്ഛ്യ അല്ലെങ്കിൽ അബദ്ധത്തിൽ താൻ അത് ചെയ്തു എന്നുള്ള നിലയിലല്ല, വളരെ പർപ്പസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി അത് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ആ രീതിയിൽ വിശ്വാസികളെ ഉണർത്തുവാനായിട്ട് താൻ താല്പര്യപ്പെടുന്നു. So kingdom ready believers live by reminding and stirring up other believers. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി സജ്ജരായിരിക്കുന്ന ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതം എപ്പോഴും മറ്റുള്ള ആളുകളെ ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നതായിരിക്കുന്ന ഒരു ജീവിതം കൂടിയായിരിക്കും. So a kingdom ready believer always look around and ask the question. ഒരു ദൈവരാജ്യത്തിന് സജ്ജനായിരിക്കുന്ന ഒരു വിശ്വാസി ചുറ്റും നോക്കിയിട്ട് ഇപ്രകാരം എപ്പോഴും ചോദിക്കുവാൻ സാധ്യതയുണ്ട്, Whom shall I strengthen? ആരെയാണ് ഞാൻ ധൈര്യപ്പെടുത്തുവാനായിട്ട് ആവശ്യമായിരിക്കുന്നത്? Whom shall I encourage? ആരെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്? ആർക്കാണ് എൻ്റെ പ്രോത്സാഹനം ആവശ്യമുള്ളത്? Whom shall I comfort? ആരെയാണ് ഞാൻ ആശ്വസിപ്പിക്കുവാനായിട്ട് ആവശ്യമായിട്ടിരിക്കുന്നത്? Because we all need reminders. പ്രിയമുള്ളവരെ, നമ്മൾക്ക് പലപ്പോഴും ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ്. Because we all familiar with the camping, outside camping. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വെളിയിലൊക്കെ പോയി ക്യാമ്പ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മൾക്ക് പരിചയമുള്ളൊരു പരിപാടിയാണ്. That is very common in Middle East. അപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ഞങ്ങൾ അങ്ങനെ പലപ്പോഴും വെളിയിൽ പോയി ക്യാമ്പ് ചെയ്യാറുണ്ട്. During the night out we will stay in open desert under the tent. അപ്പോൾ ഈ തുറന്ന ഈ മരുഭൂമിയിൽ ഇങ്ങനെ നമ്മൾ കൂടാരമൊക്കെ അടിച്ച് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാറുണ്ട്. So we put a campfire also. അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ക്യാമ്പ് ഫയർ നമ്മൾ സെറ്റ് ചെയ്യും. And you see, campfire after some time it naturally die down. അപ്പോൾ ഒരു ക്യാമ്പ് ഫയർ തുടക്കത്തിൽ അത് ഭയങ്കരമായിട്ടുള്ള ശക്തിയിലായിരിക്കും അത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പതുക്കെ അതിന്റെ തീ ഇങ്ങനെ താഴോട്ട് വന്നത് കെട്ടുപോകുന്ന. But some brothers, they are very specialist in that. They will go there. എന്നാൽ ചില പ്രത്യേക സഹോദരങ്ങൾ അവർക്ക് വളരെയധികം ഉത്സാഹമുള്ളവരാണ്. അവർ ആ തീയുടെ അടുക്കിലേക്ക് ചെല്ലും. They will fan the fire. അവരിങ്ങനെ ആ കനലിന്റെ മീതെ ഇങ്ങനെ എന്തെങ്കിലും വെച്ച് വീശി they remove the ashes. ആ ചാരങ്ങളൊക്കെ ഒന്ന് മാറ്റി to start fire burning again. ആ കനലുകളൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കഴിയുമ്പോൾ പിന്നെയും അത് ജ്വലിക്കുവാൻ തുടങ്ങും. That's the same thing in our own life, dear brothers and sisters. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഇതേ അവസ്ഥയിലാണ് പലപ്പോഴും നാം ആയി പോകുന്നത്. So all the brothers here sitting here are born again and God's children. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന ആളുകൾ തന്നെയാണ്. So but what can happen?
because the delay is increasing, we may fall asleep. എന്നാൽ താമസമെന്ന് മുന്നോട്ട് നമ്മൾ ചിന്തിച്ച് ഒരുപക്ഷെ നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുവാൻ അല്ലെങ്കിൽ ആ രീതിയിലായി പോകാൻ So we need to encourage, we need to stir up each other. അതുകൊണ്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ, ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ആ രീതിയിൽ കുലുക്കി ഉണർത്തി അവരെ ഉണർത്തുവാനായിട്ട് നമുക്ക് ആവശ്യം. That was what Peter was doing, and let us learn that art of reminding and stirring up believers from Apostle Peter. പ്രിയമുള്ളവരെ പത്രോസിന്റെ ജീവിതം നമ്മൾ കാണുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇതേ കാര്യമാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിക്കുവാൻ ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. So let us move on to verses 13 and 14. അവിടെ അടുത്ത വാക്യങ്ങൾ 13-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. In ESV it is body, but the Malayalam translation is very good. Because the original can be translated as a tent. ഇവിടെ ആ ഒരു പ്രത്യേകമായിരിക്കുന്ന പരാമർശം നമ്മൾക്ക് ഒരു കൂടാരം, ശരീരം എന്നുള്ളതിനേക്കാൾ ഒരു കൂടാരം എന്നുള്ള നിലയിലാണ് മലയാളത്തിൽ In പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. my English Bible it is body. ഇവിടെ ഇംഗ്ലീഷിൽ അതിനെ ബോഡി അല്ലെങ്കിൽ ശരീരം എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചത്. Kudaram is, it gives us the whole idea. എന്നാൽ കൂടാരം എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾക്ക് തരുന്നതായിരിക്കുന്ന ആശയം വളരെ ശക്തവും വ്യക്തവുമാണ്. See, we are not dwelling in a permanent place. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു നിത്യമായിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു നിത്യമായിരിക്കുന്ന ഭവനത്തിൽ എന്നേക്കും വസിക്കുന്ന ആളുകളല്ല. I am in a tent right now. നമുക്കറിയാം നാം ഇന്നൊരു കൂടാരത്തിലാണ്. See, I am not yet in the permanent house. നാം ആകേണ്ടതായിരിക്കുന്ന ഒരു നിത്യഭവനത്തിലേക്ക് നാം ഇതുവരെയും പ്രവേശിച്ചിട്ടില്ല. It is just like camping out. നമ്മൾ വെളിയിൽ ക്യാമ്പ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു അനുഭവത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. So verse 14. Since I know that putting off my body will be soon. ഞാൻ എൻ്റെ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുക. So he is, so combining these two verses, I would like to put the timeless principle like this. അപ്പോൾ നിത്യമായിരിക്കുന്ന അടുത്ത സത്യം എന്നുള്ളത് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ, Kingdom ready believers live like they are camping out. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി സജ്ജരായ ഒരുക്കപ്പെടുത്തായിരിക്കുന്ന ഒരു വിശ്വാസി, അവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട്, അവർ ഈ ഭൂമിയിലെ കൂടാരവാസികളാണ്, പരദേശവാസികളാണെന്നുള്ളത്. They live not just sit idle, they are live like camping out. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ, അപ്രകാരമുള്ള ബോധ്യമുള്ള ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ, അവർ ഒരു കൂടാരവാസിയെ പോലെ, കൂടാരത്തിലെ പരദേശികൾ എന്നുള്ള നിലയിലാണ് ഈ ഭൂമിയിൽ അവരായിരിക്കുന്നത്. So let us read one verse from Gospel of John chapter 21, not 1-2 verses. Jesus himself is reminding Peter about his departure. നമുക്കറിയാം, കർത്താവ് തന്നെ പത്രോസിനോട് തൻ്റെ നിര്യാണത്തെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. 21, 18 and 19. ഓക്കെ, 21, 22, 21, 18 and 19, സോറി, 18-19 വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. God has given us an indication. We all have been given indication, dear brothers and sisters. One day we all have to dismantle the tent and go. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് തൻ്റെ നിര്യാണത്തെക്കുറിച്ച്, തൻ്റെ ജീവിതാവസാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും, ഒരു ദിവസം നമ്മളുടെ ഈ കൂടാരവും അഴിഞ്ഞു പോകുവാനായിട്ട് ആവശ്യമുണ്ട്. We read in Hebrews chapter 11, let us not read, I will just refer. Hebrews chapter 11 verses 9 and 10 speaks about Abraham. അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം. Abraham lived in a tent. അവിടെ താൻ ഒരു കൂടാരത്തിലാണ് വസിച്ചത് നമുക്ക് മനസ്സിലാക്കാം. 2 Corinthians 5:1-8 Paul is speaking to us as all believers. 2 കൊരിന്ത്യരിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്. Our earthly tent will be dismantled, destroyed, but we have an eternal house. കൂടാരമായിരിക്കുന്ന ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ നിത്യമായിരിക്കുന്ന ഒരു ഭവനം ഞങ്ങൾക്കുണ്ട്. What a promotion, dear brothers and sisters, from tent to a permanent house. പ്രിയമുള്ളവരെ, കൂടാരത്തിൽ നിന്ന് നിത്യമായിരിക്കുന്ന ഒരു ഭവനത്തിലേക്കുള്ള ഒരു ഉയർച്ച, അത് എത്രയോ വലിയതായിരിക്കുന്ന ഒരു സ്ഥാന കയറ്റമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. I used to stay in rented houses for many years. അപ്പോൾ ഞാൻ വാടക വീടുകളിൽ വളരെ നാളുകൾ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. But by God's grace, few years back we could build little more better tent. അപ്പോൾ ദൈവത്തിന്റെ കരുണയാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു ഭവനം വാങ്ങുവാൻ ആ രീതിയിൽ ഒരു സ്ഥലത്ത് താമസിക്കാൻ സാധിച്ചു. That gives what a great feeling. Our own.
things. അപ്പോൾ സ്വന്തമായിരിക്കുന്ന ഒരു ഭവനം എന്ന് പറയുന്നത് പ്രത്യേകമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മനോഭാവമാണ്. അതിൽ താമസിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. But you know, our permanent place is yet to come. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യമായിരിക്കുന്ന ഭവനം ഇനിയും വരുവാൻ പോകുന്നതേ So ഉള്ളൂ. God is preparing a beautiful house for each and every one. വലിയവനായിരിക്കും ദൈവം നമ്മൾക്ക് വേണ്ടി വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Till we reach there, always consider you are in a tent. പ്രിയമുള്ളവരെ, ആ ഒരു നിത്യഭവനത്തിൽ എത്തുന്നവരെയുള്ള ദിവസങ്ങളെല്ലാം ഈ ഒരു കൂടാരത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമമായിരിക്കുന്ന ബോധ്യത്തിൽ വേണം നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ. We are all campers. നമ്മളിവിടെ ഒരു പരദേശികളായിട്ട് ജീവിക്കുന്ന We are ആളുകളാണ്. just camping it for few days. ഇവിടെ ചില ദിവസങ്ങൾ മാത്രം പരദേശികളായി ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. So nobody will put marble floors in a tent. നമുക്കറിയാം, ഒരു കൂടാരത്തിന്റെ തറയിൽ ആരും മാർബിൾ അല്ലെങ്കിൽ ടൈലുകളൊന്നും ഇട്ട് ആ രീതിയിൽ അത് മനോഹരമാക്കാം. Nobody will put a big deep foundation for a tent. ഒരു ക്യാമ്പ് ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഒരു ടെന്റ് ഉണ്ട് കൂടാരം ഉണ്ടാക്കുവാനായിട്ട് വളരെ ആഴക്കുഴിച്ച് അതിന്റെ അടിസ്ഥാനമൊന്നും എടുത്ത് അങ്ങനെ ചെയ്യാറില്ല. If we are in a tent, if you really consciously admit I am in a tent, many of our decisions will change. പ്രിയമുള്ളവരെ, നാം ഒരു കൂടാരത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇതൊരു കൂടാരവാസമാണ് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്ക് ശരിയായ രീതിയിൽ ഉണ്ടായാൽ ഇപ്പോഴുള്ള നമ്മുടെ പല പരിഗണനകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. With regard to the tent, we never decorate the tent beyond certain level. നമുക്കറിയാം, ഒരു കൂടാരം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി മോടി പിടിപ്പിച്ച് അലങ്കരിച്ച് വെക്കുന്ന ഒരു പരിപാടിയല്ല. Why? Because we know that is waste of money. After a few days I have to dismantle. Take the tent and go home. എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മോടി പിടിപ്പിക്കാതെ? കാരണം നമുക്കറിയാം, ചില ദിവസങ്ങൾക്ക് ശേഷം ഈ കൂടാരം അഴിച്ച് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെയുള്ള മിനുക്കുമണികളൊന്നും ഒരു കൂടാരത്തിന് ആവശ്യമില്ല. But Peter was very much convinced. എന്നാൽ പത്രോസിന് ഒരു കാര്യം അറിയാമായിരുന്നു. He was living in a tent. പ്രിയമുള്ളവരെ, താൻ ഒരു ഈ ഭൂമിയിൽ ഒരു കൂടാരവാസിയാണെന്നുള്ള I have to ബോധ്യത്തോടുകൂടി dismantle the tent and go home when as God has already told me. ഇവിടെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന പോലെ ഈ കൂടാരം അഴിഞ്ഞ് ഞാൻ എൻ്റെ നിത്യഭവനത്തിലേക്ക് പോകുമെന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. So all those who are, as long as we are in the tent, let us enjoy that tent. എന്നാൽ ഒരു കൂടാരത്തിൽ ജീവിക്കുമ്പോൾ ആ കൂടാരത്തിന്റെ സുഖവും സൗകര്യങ്ങളും നമ്മൾ ആസ്വദിക്കുവാനായിട്ട് ആവശ്യമാണ്. We can care for that tent. ആ കൂടാരം സംരക്ഷിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ But ചെയ്യണം. always remember it is a temporary. എന്നാൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുവാൻ ആവശ്യമുണ്ട്, അതൊരു കൂടാരമാണ്, അതൊരു താൽക്കാലികമായിരിക്കുന്ന ഭവനമാണ്. Let us not put all our investment into this tent. നമ്മളുടെ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ അധ്വാനവും നമ്മളുടെ പൈസയും നമ്മളുടെ മറ്റു കാര്യങ്ങളെല്ലാം ഈ താൽക്കാലികമായിരിക്കുന്ന കൂടാരത്തിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചിലവഴിക്കുന്നത്. Jesus has reminded us about. നമുക്കറിയാം, കർത്താവ് നമ്മളോട് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. We as human beings can fall into this trap. ഈ ഒരു വലിയ കെണിയിലേക്ക് വീഴുവാൻ നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് പലപ്പോഴും സാധ്യതയുണ്ട്. First trap is forgetting things. അവിടെ കാര്യങ്ങൾ മറന്നു പോകുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കെണി എന്നുള്ളത്. Many believers fail not because they do not know the truth. പ്രിയമുള്ളവരെ, ആളുകള് അവർക്ക് സത്യം അറിയാത്തത് കൊണ്ടല്ല അവർ പരാജയപ്പെട്ടു പോകുന്നത്. So when you talk to a person, apparently looks like he failed. We know he knows every theology. ഒരു പക്ഷേ പരാജയപ്പെട്ടു അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കരുതുന്ന ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവന് സുവിശേഷമെല്ലാം അറിയാം, കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുള്ള വ്യക്തിയാണ്. But the problem is forgetting. എന്നാൽ ആ ഒരു ലഭിച്ച സത്യം, താൻ അറിഞ്ഞ സത്യം, അത് പലപ്പോഴും ഓർക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. That is why the first point we said. And when we think about the second one, അതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ ചിന്തിച്ചത്. എന്നാൽ രണ്ടാമത്തേതിലേക്ക് നമ്മൾ വരുമ്പോൾ, after staying for few years in a tent, we tend to think this is my place. ചില വർഷങ്ങൾ ഒരു പക്ഷേ ഒരു സ്ഥലത്ത് താമസിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്, ഇതാണ് എൻ്റെ സ്ഥലം, ഇവിടെയാണ് ഞാൻ ആയിരിക്കുവാൻ പോകുന്നത്. So we make all our investment there. അവിടെ അതുകൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അതിനെ മോടി പിടിപ്പിച്ച് അതിന് ആവശ്യമായിരിക്കുന്ന രീതിയിലെല്ലാം പണം ചെലവഴിക്കാൻ We will be totally entangled. അത് അതിനകത്ത് നമ്മൾ കുരുങ്ങി പോകാനുള്ള സാധ്യത. So we should be careful about that. That is what the Lord is telling us. Let us come to Matthew chapter 6 verses 19 and 21. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. Yes. That we know because lack of time let us not read. So live like campers means what? പ്രിയമുള്ളവരെ, ഒരു കൂടാരവാസിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? Hold our possessions loosely. നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള ഭൗതികമായിരിക്കുന്ന സ്വത്തുക്കളെ അത് ഗണ്യമാക്കാതെ അഗണ്യമാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. God has really blessed us with many material blessings. നമുക്കറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെയധികം ഭൗതികമായിരിക്കുന്ന സാഹചര്യങ്ങൾ, സമൃദ്ധികൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. Hold it loosely.
അതിനെ ഒന്നും അത്ര ഗൗരവമായിട്ട് കണക്കിടാതെ ഗണ്യമാക്കാതെ മുന്നോട്ട് Second one, about our time, spending of time. നമ്മളുടെ സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. So use time wisely. നമ്മുടെ സമയം വളരെ വിവേകത്തോടുകൂടി വളരെ കെയർഫുൾ ആയിട്ട് അതിനെ ഉപയോഗിക്കുവാനാണ് Third ശ്രമിക്കുക. is regarding our investment. അതുപോലെ തന്നെ നമ്മളുടെ നിക്ഷേപങ്ങൾ എവിടെയാണ് നമ്മൾ സ്വരൂപിക്കുന്നത്? Invest in eternal things. നമ്മളുടെ നിക്ഷേപങ്ങൾ നിത്യമായിരിക്കുന്ന കാര്യങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുക. Live with the hope of the eternal kingdom. പ്രിയമുള്ളവരെ, ആ നിത്യമായിരിക്കുന്ന രാജ്യത്തിന്റെ ആ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. So kingdom ready people travel lightly. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ആ ഭാരങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്യുന്ന So ആളുകളാണ്. when I was in a hostel, I had a friend, he was my roommate. അപ്പോൾ ഹോസ്റ്റലിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. So I had a very big bag. അപ്പോൾ എനിക്ക് ഉള്ള ബാഗ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബാഗാണ്. Because bedding and very thick bed. അപ്പോൾ വലിയ കട്ടിയുള്ള ഒരു മെത്തയൊക്കെ എനിക്കുണ്ട്. And pillow and so many things, all together very big bag. തലയിണയും അതും ഇതും എല്ലാം വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം വരുമ്പോൾ ആ ബാഗ് ഒത്തിരി വലിയ ബാഗാണ്. But my roommate has just the size of a briefcase, his bag. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ലഗേജ് എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിൽ ഒരു ബ്രീഫ് കേസ് മാത്രമേ ഉള്ളൂ, അതിനകത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ. He every weekend he visit his home. അപ്പോൾ തൻ്റെ വീട്ടിലേക്ക് താൻ എല്ലാ ആഴ്ചയും പോകും. Very easy because nothing much to carry. അപ്പോൾ തനിക്ക് പോകുമ്പോൾ വളരെ സൗകര്യമാണ്, കാരണം വേറെ ഒത്തിരി ഒന്നും കൊണ്ടുപോകാനില്ല, ഈ ഒരു പെട്ടി മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി. So for me very difficult because so many things scattered here there. I have to collect all this and I will decide. എന്നാൽ എന്നെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി അവിടെ ഇവിടെ കിടക്കുന്ന എല്ലാം ഒന്ന് ക്രമീകരിച്ച് അതെല്ലാം എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. Dear brothers and sisters, kingdom ready believers travel light. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട വിശ്വാസികൾ ആളുകൾ അവരെപ്പോഴും അവരുടെ മുറുകെ They പറ്റുന്ന always ഭാരങ്ങളെ remember വിട്ടുകളഞ്ഞവരാണ്. they are not at home. അവർ ഈ ഭൂമിയിൽ അവരുടെ ഭവനത്തിലല്ല എന്നുള്ള വിശ്വാസം, ആ ഒരു ബോധ്യമുള്ളവരായിട്ടാണ് അവർ So ജീവിക്കുന്നത്. third, eternal principle we can draw from Peter from verse 15. ഇവിടെ 15-ാം വാക്യത്തിൽ അതിന്റെ മൂന്നാമത്തെ സത്യം നമ്മൾ കാണുന്നുണ്ട്. And I will make every effort so that after my departure you may be able at any time to recall these things. നിങ്ങൾ അത് എൻ്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. What is he talking about? ഇവിടെ എന്താണ് താൻ പറയുന്നത്? He is using the same word which he told us to do in verse 5. If you read, the same word is coming there. Make every effort. ഇവിടെ 5-ാം വാക്യത്തിൽ പറഞ്ഞായിരിക്കുന്ന സകല ഉത്സാഹവും എന്നുള്ള അതേ വാക്കാണ് നമ്മൾ ഈ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന. Why should Apostle Peter do the same effort? ഇപ്പൊ ഇത്രയും ഉത്സാഹം കാണിക്കുവാനായിട്ട് പത്രോസിന് എന്താണ് Because he ആവശ്യമായിരിക്കുന്നത്? is an apostle. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ. Ordinary people like us, we need to do all of it. ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം വളർത്തിയെടുക്കേണ്ട He is the ആവശ്യമുണ്ട്. leader, he is an apostle. So his responsibility is little lesser. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് താൻ ഒരു അപ്പോസ്തലനാണ്, താൻ ഒരു നേതാവാണ്, തനിക്ക് ഈ ഗുണങ്ങളെല്ലാം ഓൾറെഡി ഉള്ളതാണല്ലോ. I will make every effort. Same word he is telling about himself. പ്രിയമുള്ളവർ, എന്നാൽ താൻ പറയുന്നു, ഞാൻ സകല ഉത്സാഹവും കഴിക്കും. For what he is doing all of it? എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ ഈ സകല ഉത്സാഹം കഴിക്കണം എന്ന് പറഞ്ഞത്? Create a legacy that outlives his life. പ്രിയമുള്ളവരെ, താൻ സകല ഉത്സാഹം കഴിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ്? തൻ്റെ നിര്യാണത്തിന് ശേഷം, താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷവും താൻ അവശേഷിപ്പിക്കുന്ന ഒരു പാരമ്പര്യം, അത് വിശ്വാസികൾക്ക് പിടിച്ചുകൊള്ളുവാൻ പറ്റുന്ന ഒരു പാരമ്പര്യം നിലനിർത്തുവാൻ വേണ്ടി താൻ സകല ഉത്സാഹം. So we can say together, kingdom ready believers live for a legacy that outlives their lives. പ്രിയമുള്ളവരെ, ദൈവരാജ്യ സജ്ജരായിരിക്കുന്ന ആളുകൾ, ഒരുക്കപ്പെട്ടവരായിരിക്കുന്ന ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ ശേഷവും തങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്ന വലിയ ഒരു ആത്മീക പാരമ്പര്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു. So Peter knew he would die. പത്രോസിന് അറിയാമായിരുന്ന ഒരു കാര്യം അറിയാമായിരുന്നു, താൻ മരിക്കുവാൻ പോവുകയാണ്. But he wanted God's people should never forsake the truth. എന്നാൽ ദൈവത്തിന്റെ ജനം ഈ ലഭിച്ച സത്യങ്ങളെ ഉപേക്ഷിച്ച് കളയരുത് എന്നുള്ള വലിയ ഒരു താല്പര്യം തന്റെ ജീവിതത്തിൽ. He didn't tell his hearers, remember me. No. പത്രോസ് ഒരിക്കലും എന്നെ ഓർത്തോണം, എന്നെ കുറിച്ച് ഓർത്തോണം എന്ന് താൻ പറയുവാനായിട്ട് ഇടയായില്ല. I always tend to tell my children, when I become old, will you look after me? അപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, ചിലപ്പോഴൊക്കെ ഞാൻ പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾ എന്നെ നോക്കിക്കോണം, എന്നെ ഓർത്തോണം എന്നൊക്കെ പറയാറുണ്ട്. I'm a little scared because when I see their behavior, sometimes I feel, my God, my future will be in trouble. എൻ്റെ മക്കള് അവരുടെ ചില പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ പേടിക്കാറുണ്ട്, എൻ്റെ ദൈവമേ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം എന്താവും. But Peter is not concerned about him. He is concerned about the gospel, the truth. എന്നാൽ പത്രോസ് ഇവിടെ തന്നെക്കുറിച്ചല്ല വ്യാകുലപ്പെടുന്നത്, തന്നെക്കുറിച്ച് ഓർക്കണമെന്നല്ല താൻ പറയുന്നത്, താൻ അവർക്ക് പരമേൽപ്പിച്ചതായിരിക്കുന്ന ആ സുവിശേഷത്തെ ഓർത്തുകൊള്ളണമെന്നാണ്. We all have been told to look into Jesus. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും കർത്താവിനെ മുൻകാണുവാനായിട്ടാണ് So ആവശ്യപ്പെട്ടിരിക്കുന്നത്. Jesus himself has said, remember, do these things in remembrance Of me. of me. കർത്താവ് തന്നെ of these things, remember of me. കർത്താവ് തന്നെ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ ഇതൊക്കെയും ചെയ്യുമ്പോൾ എന്നെ
ഓർക്കണം. എൻ്റെ Dear brothers and ഓർമ്മയ്ക്കായി sisters, ചെയ്യുക. only one person can change our life. That is our Lord Jesus. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ, നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായിരിക്കും. Whatever we have problem, look into Jesus. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അതിന് പരിഹാരം കർത്താവിനെ നോക്കുക, അവന്റെ അടുക്കിലേക്ക് ചെല്ലുക. Never ever forget him, remember him. പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരിക്കലും മറന്നു കളയുവാൻ Learn ഇടയാകരുത്. from him. അവനിൽ നിന്ന് പഠിക്കുവാനായിട്ട് നമുക്ക് Build ആവശ്യമുണ്ട്. his characters into our own life. കർത്താവിന്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതങ്ങളിൽ വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. So the goal is not personal fame. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്വയമായിരിക്കുന്ന ഒരു പ്രശസ്തിയോ ആ പേരോ അല്ല. But goal was lasting faithfulness. എന്നാൽ ലക്ഷ്യമെന്ന് പറയുന്നത് നിലനിൽക്കുന്നതായിരിക്കുന്ന സത്യം, ആ സുവിശേഷ So സത്യം. whether we are faithful to the truth we knew, നമ്മൾക്ക് ലഭിച്ചതായിരിക്കും, നമ്മൾ അറിഞ്ഞതായിരിക്കുന്ന ആ സത്യത്തിനായി അനുസൃതമായ രീതിയിൽ സത്യസന്ധതയോടെ അതിനെ മുറുകെ പിടിക്കുന്നവരായി നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. godly legacy is spiritual, നമുക്കറിയാം, not material. ദൈവികമായിരിക്കുന്ന ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ആത്മീകമായിരിക്കുന്ന ഒരു കാര്യമാണ്, അതൊരു ഭൗതികമായിരിക്കുന്ന ഒരു കാര്യമായിട്ടല്ല. So let us all ask a question to ourselves. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനായിട്ട് What is the ആവശ്യമുണ്ട്. legacy I am leaving? അതുകൊണ്ട് ഞാൻ വിട്ടിട്ട് പോകുന്ന, ഞാൻ അവശേഷിപ്പിക്കുന്ന പാരമ്പര്യം എപ്രകാരമുള്ള ഒരു പാരമ്പര്യമാണ് എന്ന് എനിക്ക് Am I ചോദിക്കാൻ. leaving material things ഞാൻ for എൻ്റെ others to remember? ഞാൻ എന്നെ കുറിച്ച് ഓർക്കുവാനായിട്ട് ഭൗതികമായിരിക്കുന്ന എൻ്റെ സമ്പത്തും മറ്റു കാര്യങ്ങളുമാണോ അവശേഷിപ്പിച്ചിട്ട് Am പോകുന്നത്? I leaving a big bank balance for my children to എൻ്റെ remember? കുട്ടി- Oh, thank God, my father is so loving. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ വലിയ ഒരു ബാങ്ക് നിക്ഷേപമാണോ അവരെന്നെ കുറിച്ച് ഓർക്കുവാനായിട്ട് ഞാൻ അവശേഷിപ്പിച്ചിട്ട് Or പോകുന്നത്? landed property? അതല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന Or വസ്തുവകകളാണോ ഞാൻ? business? Is business our legacy? അല്ലെങ്കിൽ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ ഒരു ബിസിനസ് ആണോ എൻ്റെ പാരമ്പര്യമായിട്ട് Our ആളുകൾ career can ഓർക്കുവാനായിട്ട്? become our legacy because we want all everybody remember. So he was so good a boss. ഒരു പക്ഷേ തൊഴിൽപരമായിരിക്കും നമ്മളെ നേട്ടങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ നമ്മളെ ആ രീതിയിൽ ഓർക്കുന്നതായിരിക്കുമോ നമ്മൾ But അവശേഷിപ്പിക്കുന്നത്. Peter wanted, something different as his legacy. എന്നാൽ പത്രോസിന് അവനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിരിക്കുന്ന ദർശനം ഉണ്ടായിരുന്നു. He താൻ want- എന്താണ് അവശേഷിപ്പിച്ചു He പോകുന്നത്? wanted his believers to remember the truth. പ്രിയമുള്ളവരെ, താൻ അവർക്ക് ഭരമേൽപ്പിച്ചതായിരിക്കുന്ന ആ സത്യം, അതിനെ മുറുകെ പിടിക്കണം, അതിനെ അവർ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു. He wanted his believers, his churchmates to develop Christ's character. അപ്പോൾ ക്രിസ്തു സ്വഭാവം അവരുടെ ജീവിതങ്ങളിൽ വളർത്തിയെടുക്കുവാൻ തൻ്റെ സഭയിലുള്ള ആളുകൾ അല്ലെങ്കിൽ തൻ്റെ കേൾവിക്കാരുടെ ജീവിതത്തിൽ ആ രീതിയിൽ ഉണ്ടാകണമെന്ന് പത്രോസ് And ആഗ്രഹിക്കുകയാണ്. faith and gospel, these are all his legacies. വിശ്വാസവും സുവിശേഷവും ഇതെല്ലാമായിരുന്നു എൻ്റെ പാരമ്പര്യം. Dear brothers, even today after 2000 years we are reading 2 Peter. That is a legacy of Peter. പ്രിയമുള്ളവരെ, ഇന്ന് ഏതാണ്ട് 2000 വർഷത്തിന് ഇപ്പുറവും ഈ 2 പത്രോസ് ലേഖനം നമ്മൾ വായിക്കുകയാണ്. അതാണ് പത്രോസ് അവശേഷിപ്പിച്ചു പോയ പാരമ്പര്യം. Had he built a very big mansion there and become very successful businessman, you would have never learned. ഒരുപക്ഷെ പത്രോസ് ഒരു വലിയൊരു ബംഗ്ലാവൊക്കെ പണിതിട്ട് അവിടെ ഇങ്ങനെ വലിയൊരു വ്യാപാരിയായിട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനായിട്ടൊക്കെ ഒരു കോടീശ്വരനായിട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ ഓർക്കാൻ സാധിക്കില്ലായിരുന്നു. Dear brothers and sisters, let us pray to God. God change our inside out. പ്രിയമുള്ളവരെ, നമ്മളെ പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് നമ്മളെ വ്യത്യാസപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Father, help us to build a legacy that outlives my life. എൻ്റെ ജീവിതം ഞാൻ കടന്നു പോകുമ്പോൾ അവശേഷിപ്പിക്കുന്ന ഒരു നല്ല പാരമ്പര്യം, ആത്മീയമായിരിക്കുന്ന ഒരു പാരമ്പര്യം മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം അവശേഷിപ്പിക്കാൻ സാധിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Moses did the same thing. That is why he wrote the book of Deuteronomy. നമുക്കറിയാം, മോശെ അത് അപ്രകാരം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. നമുക്ക് ആവർത്തന പുസ്തകം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുവാൻ He സാധിക്കും. prepared Israel after his departure. തൻ്റെ മരണത്തിന് ശേഷവും മുന്നോട്ട് പോകുവാൻ തക്കോണം ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ച് ഉണർത്തി ആ രീതിയിൽ അവരെ തയ്യാറെടുക്കുകയാണ് താൻ ചെയ്തത്. Joshua did the same thing. യോശുവയെ കുറിച്ചും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ He സാധിക്കുന്നത്. renewed the covenant. ആ ഉടമ്പടി താൻ അവരെ ഓർപ്പിച്ച് അത് പുതുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. Paul is telling in 2 Timothy is about passing on his faithful ministry. 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്ന അതേ കാര്യം തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം അത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. Entrusting whatever you learn from me to another brother. നിങ്ങൾ എന്നോട് പഠിച്ച ഈ സുവിശേഷം, ഈ സത്യം ഇത് വിശ്വസ്തരായിരിക്കുന്ന മനുഷ്യരെ ഭരമേൽപ്പിക്കുക. So what did Jesus do? He invested in 12 people, 12 disciples. നമ്മളൊരു കർത്താവിന്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ താൻ എന്താണ് ചെയ്തത്? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം തനിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന നിക്ഷേപം നടത്തിയാണ് കർത്താവ് ഈ ഭൂമിയിൽ And the rest is മാറ്റപ്പെട്ടത്. history what those 12 people did. ഈ 12 പേര് കർത്താവിന്റെ മരണത്തിന് ശേഷം, കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം ചെയ്തായിരിക്കുന്ന ആ പരിപാടികൾ, ശുശ്രൂഷകൾ, അത് ചരിത്രമാണ്. So let us invest in people. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് മറ്റുള്ളവരിൽ നിക്ഷേപിക്കാം, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി So പരിശ്രമിക്കാം. Christian life is a race. It is not a solo race. It is a relay race. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് ഒരു റിലേ റേസിനോട് അല്ലെങ്കിൽ കൈമാറി ഓടുന്നതായിരിക്കുന്ന ഒരു റേസിനോട് ഓർപ്പിക്കാം. അതൊരു ഒറ്റയാളോട്ടമല്ല. The success of relay depends on faithfully
exchanging the baton. നമുക്കറിയാം ഒരു റിലേ റേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓടി മുന്നിൽ നിൽക്കുന്ന ആളുടെ അടുക്കലേക്ക് ഈ ബാറ്റൺ കൊണ്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. If we miss the baton, then after without baton there, suppose one person മുന്നിൽ is നിൽക്കുന്ന coming. ആൾ എത്ര വേഗത്തിൽ മുന്നോട്ട് പോയി ഓടി അവിടെ ഫിനിഷിംഗിൽ ചെന്നാലും അവന്റെ കയ്യിൽ ഈ ബാറ്റൺ ഇല്ലെങ്കിൽ കാര്യമൊന്നുമില്ല, He is disqualified. അവന് കാര്യമില്ല. So dear brothers and sisters, we need to ask a question. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ If ആവശ്യമുണ്ട്. Christ delays his return, ഇന്ന് കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ will our children know Christ better because of me? പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ചോദിക്കാം, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ എന്റെ കുഞ്ഞുങ്ങള് എന്റെ ജീവിത മുഖാന്തരം കർത്താവിനെ കൂടുതലായിട്ട് If മനസ്സിലാക്കുക. Christ delays my departure, will my delay help my children to build their spiritual life? അവരുടെ ആത്മീക ജീവിതം വളർത്തിയെടുക്കുവാനായിട്ട് എന്റെ ജീവിതം പ്രയോജനപ്പെടുത്തുവാനായിട്ട് എനിക്ക് Or സാധിക്കും? will it just result to increase my bank balance? അതോ എന്റെ ബാങ്ക് ബാലൻസ് മാത്രമാണോ ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ Think about the church where we are part of. നമ്മുടെ സഭയെ, നമ്മൾ അംഗങ്ങളായിരിക്കും നമ്മുടെ സഭയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. If God prolongs his coming and our calling date is delayed, will our church brothers become stronger? അപ്പോൾ കർത്താവിന്റെ വരവ് താമസിക്കുകയോ അല്ലെങ്കിൽ എന്റെ ഭരണ ദിവസം താമസിക്കുകയോ ചെയ്താൽ എന്റെ ശുശ്രൂഷകൾ നിമിത്തം, എന്റെ പ്രവർത്തനങ്ങൾ നിമിത്തം എന്റെ സഭ പുഷ്ടിപ്പെടുവാനായിട്ട് സാധിക്കുന്നു. Is there somebody out there who can come to know the Lord because I am delaying my പ്രിയമുള്ളവരെ, departure? കർത്താവിന്റെ വരവ് താമസമെങ്കിൽ എന്റെ പ്രവർത്തനങ്ങൾ മൂലം, ഞാൻ ശുശ്രൂഷിക്കുന്ന മൂലം കർത്താവിനെ അറിയുവാനായിട്ട് ചിലർക്കെങ്കിലും സാധിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ടോ? So the question is not whether we are ready to die. പ്രിയമുള്ളവരെ, നാം മരിക്കുവാനായിട്ട് ഒരുക്കമുള്ളവരായിട്ട് ആണോ ഇരിക്കുന്നത് എന്നുള്ളതല്ല ചോദ്യം. That is a simple question. People, I am ready to die anytime. അപ്പോൾ ആളോട് ചോദിച്ച ആളുകൾ പറയും, ഞാൻ മരിക്കാൻ എപ്പോഴും But തയ്യാറായിട്ടായിരിക്കും. that is not the question Peter is asking. എന്നാൽ പത്രോസ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം അതല്ല. Are we living today ready for the kingdom? പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കമുള്ളവനായിട്ടാണോ നീ ഇന്ന് Are we living ജീവിക്കുന്നത്? a kingdom ready life today? That is the question. ദൈവരാജ്യത്തിന് വേണ്ടി യോജിച്ച അനുയോജ്യമായിരിക്കുന്ന ഒരുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതമാണോ നീ നയിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. So a kingdom ready life is one that that continually reminds and stir up others. പ്രിയമുള്ളവരെ, ഒരു ദൈവരാജ്യത്തിന് യോജിച്ച അനുയോജ്യമായിരിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ കൂടെയുള്ള സഹവിശ്വാസികളെ ഓർമ്മിപ്പിച്ച് ഈ സത്യങ്ങളെ ഉണർത്തുന്നതായിരിക്കുന്ന ഒരു ജീവിതമാണ്. He keep on reminding and stirring up people. അവരെ എപ്പോഴും ഓർപ്പിക്കുകയും അവരെ ഉണർത്തുകയും And ചെയ്യുന്നതായിരിക്കും. he lives as if he is a pilgrim. അവിടെ ഈ ഒരു കൂടാരം വാസി എന്നുള്ള നിലയിൽ ഈ ഭൂമിയിലെ ജീവിതം നയിക്കുന്നതായിരിക്കുന്ന ഒരു ജീവിതമാണ്. And remember, the world is a temporary tent. പ്രിയമുള്ളവർ, ഈ ഭൗതിക ജീവിതം, ഈ ഭൗമികമായിരിക്കുന്ന ജീവിതം അതൊരു കൂടാരത്തിന്റെ വാസമാണ്, ആ ഒരു അനുഭവമാണെന്നുള്ള ഓർമ്മ നമുക്ക്. So let us read 2 Timothy chapter 4 verses 7 and 8 and close. 2 തിമോഥെയോസ് 4 അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് So we വായിക്കാം. started with Peter, let us end with Paul. ഓക്കെ, നമുക്ക് 2 തിമോഥെയോസ് 4 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ, റൈറ്റ്? ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. May God bless us, dear brothers and sisters. പ്രിയമുള്ളവരെ, ഈ Let us വാക്കുകളാൽ pray. ദൈവം നമ്മളെ സഹായിക്കട്ടെ. Our gracious Heavenly Father, we thank you and praise you for giving us from the life of Peter, his writings, some principles, practical principles which we can follow in our own life here. Father, many a times we are entangled with many things of this world. Father, help us to understand the truth by your grace and mercy. Yes, Lord. And help us to practice the life which we saw in Peter and Paul. Yes. Father, help us always consider that we are in a temporary tent. And we would be leaving this tent at any time as the Master calls us. Yes, Lord. Father, help us to set our priorities accordingly. Help us, Father, always to be concerned about the brother and sister sitting Yes. next to me. I should not be trying to build my own spiritual growth. I should be concerned about the spiritual growth of brothers Yes, Lord. and sisters around us. And I should leave a legacy. Oh, yes. Father, help us, Lord, just like Peter and Paul left a great legacy. That is why we are able to read and we are able to get motivated Yes. today because of that. Help us also leave a legacy that outlives our lives. Let your name alone be glorified, O Master. Yes, Lord. We love you. We adore you. We glorify you. Thank you for giving us this great privilege to become your follower and to know from you and learn from you and always to look into your face, of Yes, Father. Lord. Thank you for your love and affection and grace and mercy.
In Jesus' most precious name we pray. Amen. Amen. Thank you.